ഈ മനുഷ്യത്വത്തെ സർക്കാരിന്റെ ചുവന്ന നാടിലിട്ട് കുരുക്കുന്ന ഈ ഏർപ്പാട് സംസ്ഥാന സർക്കാർ നടത്തണം. ഇതെന്തിനു വേണ്ടിയിട്ടാണ് കളക്ടറേറ്റിൽ കൊണ്ടുവന്ന് മാത്രം നിക്ഷേപിക്കണം എന്ന് പറയുന്നത്? എല്ലാ സംഘടനകളും കൊടുക്കട്ടെ, എന്താ കുഴപ്പമുള്ളത്? ഇപ്പൊ ഇവർ പറയുന്ന ഫുഡ് ക്വാളിറ്റിയെ പറ്റി പറയുന്നു. ഞാനതിലേക്ക് കൂടുതൽ കമന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. 1-2 മാധ്യമങ്ങൾ വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്തു. ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഇന്ന് സംസ്ഥാന സർക്കാർ ഉത്തരവാദിത്തമായിട്ട് കൊടുത്തിരിക്കുന്ന ബ്രെഡ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ്. ഇപ്പം ഇന്ന് രാവിലെ പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞത് സൈനിക ഉദ്യോഗസ്ഥന്മാർ പരാതി പറഞ്ഞു, ഭക്ഷ്യവിഷബാധ ഏറ്റെടുത്തു. അതിന്റെ ഒഫീഷ്യൽ റെക്കോർഡ്സ് ഒന്നും തരട്ടെ. വായിൽ വരുന്ന എന്തു എന്ന് പൊതുമരാമത്ത് മന്ത്രി പറയുകയാണ്. ഇത് വേറൊരു സംഘടനയും ചെയ്യാൻ പാടില്ല, ഞാനും എന്റെ കുടുംബത്തിലുമുള്ള സർക്കാർ മാത്രം ഇത് ചെയ്താൽ മതി എന്നുള്ള ആ തീരുമാനം പുനഃപരിശോധിക്കണം. നമ്മളെല്ലാവരും കൂടെ ഇതൊരു ഓട്ട മത്സരമല്ല. ആദ്യം ഓടിയെത്തുന്ന ആൾക്ക് ട്രോഫി കിട്ടാനായിട്ട് സമാന്തരമായിട്ട് നിങ്ങൾ CM-നെ ക്രൈസിസ് മാനേജർ എന്ന് വിളിക്കുന്നുണ്ട്. ആയിക്കോ, അത് നിങ്ങളുടെ രാഷ്ട്രീയം. എന്ത് ക്രൈസിസാ മാനേജ് ചെയ്തെന്നുള്ള ചോദ്യങ്ങൾ ഇനി വരുമ്പോൾ അതുകൂടെ ഫേസ് ചെയ്യാൻ തയ്യാറാകണം. ഒരു നാട്ടിൽ ഒന്നും നമ്മളെ കൊണ്ട് ചോദിപ്പിക്കാതിരിക്കുന്നതാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നല്ലത്. ഒരു നാട്ടിൽ ഇത്രയേറെ ആളുകൾ കൊല്ലപ്പെട്ടു, അതാണോ ക്രൈസിസ് മാനേജ്മെന്റ്? എത്ര ആളുകൾ കാണാതായി എന്നുള്ളതിന്റെ കണക്കില്ല, അതാണോ ക്രൈസിസ് മാനേജ്മെന്റ്? ഈ മൃതശരീരങ്ങൾ പൂർണ്ണമായിട്ട് വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അതാണോ ക്രൈസിസ് മാനേജ്മെന്റ്? അപ്പം ഒരു സ്ഥലത്തൂടെ എല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കണമെന്ന് പറഞ്ഞ് നമ്മളെല്ലാം അതിനെ യോജിച്ച് ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കുമ്പോൾ മറുവശത്തൂടെ നിങ്ങളുടെ ഒരു PR-ന് വേണ്ടി ആദ്യം ഓടിയെത്തുന്നവന് ട്രോഫി എന്ന് പറയുന്ന ഏർപ്പാടുമായിട്ട് ദയവ് ചെയ്ത് ഈ ദുരന്തത്തിന് കാത്തിരിക്കുന്ന അവസ്ഥ അത് നിങ്ങൾ അവസാനിപ്പിക്കും. അതുകൊണ്ട് എല്ലാവരും പ്രവർത്തിക്കട്ടെ. കാരണം ഇവിടെ എല്ലാവരുടെയും പ്രവർത്തന ആവശ്യം.